എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിഫിക്സും സഫിക്സും ആണ് കേട്ടോ. നമ്മുടെ സിലബസിൽ എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പ്രിഫിക്സ് സഫിക്സ്. അപ്പൊ നമ്മൾ എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്, അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് തന്നെ എന്താണ് ഈ പ്രിഫിക്സും സഫിക്സും എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് പ്രിഫിക്സ് ഇസ് എ ലെറ്റർ ഓർ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ടു ചേഞ്ച് ഇറ്റ്സ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു വേർഡിന്റെ മുൻപില് ബിഗിനിങ്ങില് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് എന്ത് പറയാ? പ്രിഫിക്സ് എന്ന് പറയാ. അപ്പൊ പ്രിഫിക്സ് എന്ന് പറയുമ്പോ തന്നെ പ്രീ അല്ലെ? പ്രിഫിക്സ് പ്രീ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപ്. ഒരു വേർഡിന്റെ മുമ്പിൽ ആഡ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിഫിക്സ് എന്ന് പറയാ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൺഹാപ്പി. കണ്ടോ, ഇവിടെ ഹാപ്പി എന്ന് പറയുന്നത് ഒരു വേർഡ് ആണ് അല്ലെ? ഹാപ്പി, ഹാപ്പിക്ക് ഒരു മീനിങ് ഒക്കെ ഉണ്ട്. ഹാപ്പി, ഈ ഹാപ്പിയുടെ മുമ്പിൽ ആഡ് ചെയ്യുന്ന ഒരു കുഞ്ഞു വേർഡിനെയാണ്, അല്ലെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ്. ഇവിടെ കണ്ടോ അൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ UN എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രിഫിക്സ് എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരുപാട് പ്രിഫിക്സുകളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ആലോചിച്ചൊക്കെ നോക്കുക. അതേപോലെ തന്നെ കിട്ടുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താണ് സഫിക്സ് എന്ന് നോക്കാം. അപ്പൊ ഇതേപോലെ തന്നെ സഫിക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേർഡിന് ശേഷം, ഓക്കെ, സഫിക്സ് എന്ന് പറഞ്ഞാല് ഒരു വേർഡിന് ശേഷം ആഡ് ചെയ്യുന്ന ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സഫിക്സ് എന്ന് പറയാ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഹോപ്പ്ഫുൾ. കണ്ടോ, ഹോപ്പ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. അതിനുശേഷം ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫുൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സഫിക്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വേർഡിന്റെ മുമ്പിൽ ആഡ് ചെയ്യുന്ന കുഞ്ഞു വേർഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? പ്രിഫിക്സ് എന്നും പറയും. ഒരു വേർഡിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ എന്താ പറയാ? സഫിക്സ് എന്നും പറയും. ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രിഫിക്സും സഫിക്സും ഒക്കെ നമുക്ക് നോക്കാം. പലതും നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ ഏതൊക്കെയുള്ള പ്രിഫിക്സുകളായിട്ട് വരുന്നത്? UN ഒക്കെ ചേർത്ത് നമ്മൾ പറയില്ലേ? നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു അൺഹാപ്പി അല്ലെ? അൺഹാപ്പി, ഹാപ്പിയുടെ മുമ്പിൽ നമ്മൾ UN എന്ന് പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞപ്പോ ഹാപ്പിയുടെ മീനിങ് നേരെ ഓപ്പോസിറ്റ് ആയി അല്ലെ? ഹാപ്പി എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷിച്ചിരിക്കുക, അൺഹാപ്പി എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് വന്നു അല്ലെ? അപ്പൊ UN ചേർത്ത് വരുമ്പോ അതിന്റെ മീനിങ് എന്താ വരിക? ഓപ്പോസിറ്റ് ആണ് വരിക അല്ലെ? ഇനി അതേപോലെ തന്നെ റീ കൂട്ടിയിട്ട് എന്താ പറയാ? റീയൂണിയൻ അല്ലെ? റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ യൂണിയന്റെ മുമ്പിലാണ് നമ്മൾ റീ ചേർത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും. അപ്പൊ റീ എന്ന് ചേർക്കുമ്പോ അവിടെ വരുന്ന മീനിങ് എന്ന് പറഞ്ഞാല് എഗെയിൻ അല്ലെ? വീണ്ടും എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ആന്റി. ആന്റി ചേർത്തിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ? ഏതൊക്കെയാണ്? ഇപ്പൊ ആന്റി വൈറസ് തന്നെ ഉണ്ട് അല്ലെ? ആന്റി വൈറസ്. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താ? അതിന് എഗെയിൻസ്റ്റ് ആണ് അല്ലെ? എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, ആന്റിബയോട്ടിക്സ് എന്നൊക്കെ പറയുന്ന പോലെ എഗെയിൻസ്റ്റ് ആണ്. ഇനി പ്രോ എന്ന് ചേർത്ത് പറയുമ്പോൾ ഫോർ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. പ്രോ എന്ന് പറയുമ്പോൾ ഫോർ ആണ് വരുന്നത്. പിന്നെ ഹൈപ്പർ, ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഹൈപ്പർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എക്സസീവ് അല്ലെ? കൂടുതലായിട്ട്. ഹൈപ്പർ ആക്റ്റീവ് എന്താണ്? എക്സസീവ്. കിട്ടുന്നുണ്ടല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ പ്രിഫിക്സുകൾ. ഞാൻ ജസ്റ്റ് അതിന്റെ മീനിങ് കൂടെ ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രം. അപ്പൊ UN ചേർക്കുമ്പോൾ ഓപ്പോസിറ്റ് എന്നുള്ളൊരു മീനിങ്, റീ എന്ന് പറയുമ്പോൾ വീണ്ടും എഗെയിൻ, ആന്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എഗെയിൻസ്റ്റ്, പ്രോ എന്ന് പറയുമ്പോൾ ഫോർ, ഹൈപ്പർ എന്ന് പറയുമ്പോൾ എക്സസീവ് കേട്ടോ. ഇനി അതേപോലെ തന്നെ സഫിക്സുകൾ നമ്മൾ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം. ഫുൾ, FUL എന്ന് പറയുമ്പോൾ അതിനകത്ത് മുഴുവനും ഫുൾ ഓഫ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലെ? ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ വിത്തൗട്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ പ്രിഫിക്സും അതേപോലെ തന്നെ സഫിക്സും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ PSCയിൽ ചോദിച്ചിട്ടുള്ള, PSCയിലും SSCയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണം. എന്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണേ. Add a prefix to get the opposite meaning of the word grace. ഗ്രേസിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏത് പ്രിഫിക്സ് ആണ് ചേർക്കുക? അപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ എക്സാമിന് ഇരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ മൈൻഡ് ഒക്കെ വേറെ ആയിരിക്കും അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കണേ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആൻസർ ഡിസ്ഗ്രേസ് ആണ് അല്ലെ? ഡിസ്ഗ്രേസ് ആണ്.
ഓക്കെ, ഡിസ്ഗ്രേസ് എന്ന് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഗ്രേസിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വേർഡ് ഡിസ്ഗ്രേസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചേർക്കേണ്ട പ്രിഫിക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഡിസ് ആണ് കേട്ടോ, ഡിസ് ആണ്. ഓക്കെ, അപ്പോ അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് വൺ, അൾട്രാസോണിക് വേവ്സ് ഡാഷ് ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജെക്ട്സ്. സോണിക് വേവ്സ് ഡാഷ് ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജെക്ട്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞേ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ ഓപ്പോസിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവിടെ ഒരു പ്രിഫിക്സ് ചേർക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. യെസ്, ആൻസർ എനേബിൾ ചെയ്യാ അല്ലെ? അൾട്രാസോണിക് വേവ്സ് എനേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജെക്ട്സ്. ഓക്കെ അല്ലേ? അപ്പോ ഇനേബിൾ അല്ലല്ലോ വരുന്നത്, ഇവിടെ എനേബിൾ ചെയ്യാ അല്ലെ? എനേബിൾ ചെയ്യാ. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following prefix can be added to the word regular, okay, to form its opposite? അതായത് റെഗുലറിന്റെ ഓപ്പോസിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏത് പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. പറയാവോ, ഏതാണ് നമ്മൾ ചേർക്കേണ്ടത്? റെഗുലറിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരണം കേട്ടോ. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ആൻസർ ഇറഗുലർ അല്ലെ? IR ചേർത്താൽ മതി. അപ്പൊ റെഗുലറിന്റെ കൂടെ ഒരു IRും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് IR ആണ്. ഓക്കെ, കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ സിലബസിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നോക്കുക അത് ഓപ്പോസിറ്റ് ആണോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തേക്ക് കയറാം. Add a prefix to get the opposite meaning of the word able. ഏബിളിന്റെ ഓപ്പോസിറ്റ് കിട്ടണം. അപ്പോ അത് ഏതാണ് നമ്മൾ ഇവിടെ ചേർത്തിട്ടുള്ളത്? ഏബിളിന്റെ മുമ്പിൽ ഏത് പ്രിഫിക്സ് ആണ് ഇവിടെ ചേർത്താലാണ് അതിന്റെ ഓപ്പോസിറ്റ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഏബിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്? യെസ്, ആൻസർ അണേബിൾ ആണ്. ഓക്കെ, എന്താണ്? അണേബിൾ. അപ്പൊ കുറച്ച് പേരെങ്കിലും ഇവിടെ ഡിസേബിൾ എന്നുള്ളൊരു ആൻസറിലേക്ക് പോയിട്ടുണ്ടാവും. ഡിസേബിൾ എന്ന് പറയുന്നത് എനേബിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ കേട്ടോ. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, തെറ്റിക്കരുത്. അപ്പോ ഏബിളിന്റെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? അണേബിൾ ആണ് കേട്ടോ, അണേബിൾ. ഡിസേബിൾ എന്തിന്റെ ആയിരുന്നു? എനേബിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ് ഡിസേബിൾ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് പ്രിഫിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോം ദി ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് വരണമെങ്കിൽ നമ്മൾ ഏത് പ്രിഫിക്സ് വേണം യൂസ് ചെയ്യാൻ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താ? ഒരു വേർഡിന്റെ മുമ്പില്, പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ചേർക്കേണ്ട കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്. അപ്പൊ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മുമ്പിൽ നമ്മൾ ഏത് ചെറിയ വാക്ക് ചേർത്താലായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് വരിക? ഒന്ന് പറഞ്ഞുതരാവോ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് വരണം കേട്ടോ. ആൻസർ ഇൻഗ്രാറ്റിറ്റ്യൂഡ്. എന്താ വരുന്നത്? ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പല വാക്കുകൾ അറിയായിരിക്കും, പക്ഷെ ചില പ്രിഫിക്സുകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇതാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ PYQ ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഈസ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് എ ഗൺ ഇൻ യുവർ ഹൗസ്. ഇത് വേഗം കിട്ടുന്നതാണ്, പറഞ്ഞോളൂ. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് എ ഗൺ ഇൻ യുവർ ഹൗസ്. വീട്ടിൽ ഗൺ വെക്കുന്നത് ഇലീഗൽ ആണല്ലേ? ഇലീഗൽ ആണ്. അപ്പൊ ഇവിടെ ഏതാ ചേർക്കണ്ടേ? IL ചേർത്തിട്ട് പറയാ ഇലീഗൽ. അപ്പോ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ്? D ആണ് അല്ലെ? IL ആണ് ഇവിടെ ചേർക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, മാർക്കാരും കളയരുതേ. ഇനി ഫോർഗെറ്റിന്റെ ഈ ഒരു വേർഡാണ്. ഈ ഫോർഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ കൂടെ യൂസ് ദി പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. അതായത് ഫോർഗെറ്റിന്റെ മുമ്പിലും നമ്മൾ ഒരു കുഞ്ഞു വാക്ക് ചേർക്കണം, ഫോർഗെറ്റിന് ശേഷവും നമ്മൾ ഒരു കുഞ്ഞു വാക്ക് ചേർക്കണം. അപ്പോ ഏതായിരിക്കും ഒന്ന് പറയാവോ? ഇതിനകത്ത് ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഫോർഗെറ്റ് എന്നുള്ള വാക്കുണ്ട്. ഓക്കെ, എല്ലായിടത്തും കണ്ടോ? 4 ഓപ്ഷനിലും ഫോർഗെറ്റ് ഉണ്ട്. അതിന്റെ ഫ്രണ്ടിലും ഒരു കുഞ്ഞു വാക്ക് ചേർക്കണം, അതിന് ശേഷവും ചേർക്കണം. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? അൺഫോർഗെറ്റബിൾ അല്ലെ? അൺഫോർഗെറ്റബിൾ. ഇപ്പൊ നമ്മുടെ ഫോർഗെറ്റിന്റെ മുമ്പിൽ UN ചേർത്തു അല്ലെ? അതേപോലെ തന്നെ ഫോർഗെറ്റിന് ശേഷം നമ്മൾ എന്ത് ചേർത്തു? ഏബിൾ ചേർത്തു അല്ലെ? അൺഫോർഗെറ്റബിൾ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് വൺ. ദ പ്രിഫിക്സ് ഹോമോ മീൻസ് വാട്ട്? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോ എന്താണ്? ഹോമോ
പറയാവോ? ഹോമോന്റെ മീനിങ് എന്താ വരുന്നത്? സെയിം എന്നുള്ളതാണ് അല്ലെ? ഓക്കെ, അപ്പോ ഇതെല്ലാം PYQ ആണ്. ദ പ്രിഫിക്സ് ഹോമോ മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ദ സെയിം. കേട്ടോ, ദ സെയിം ആണ്. ഫൈൻഡ് ദി ഓപ്പോസിറ്റ് ആഡിങ് പ്രിഫിക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ടൈഡിയുടെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ്? ഞാൻ എല്ലാം വായിക്കുന്നില്ല കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ വെറുതെ നിങ്ങളുടെ മൈൻഡിൽ ആ വാക്കുകൾ കേട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് പറഞ്ഞോളൂ. ഇതിൽ ഏതാണ് ടൈഡിയുടെ ആന്റണിയുമായിട്ട് വരുന്ന വാക്ക്? നിങ്ങൾക്ക് അറിയായിരിക്കും, വേഗം പറ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് അല്ലെ? അൺടൈഡി. അൺടൈഡി അല്ലെ? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, അൺടൈഡി. കിട്ടുന്നുണ്ടല്ലോ? നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സ്പീഡിൽ നോക്കാം, എന്നിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്രേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഡിസ്ഗ്രേസ്. ഓക്കെ, ഇത് നിങ്ങളുടെ മൈൻഡിലോട്ട് കയറാനാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഡിസ്ഗ്രേസ്. പിന്നെ എനേബിൾ. ഓക്കെ, എനേബിൾ. പിന്നെ ഏതാ? റെഗുലറിന്റെ ഓപ്പോസിറ്റ് വരണമെങ്കിൽ ഇറഗുലർ. ഇറഗുലർ. പിന്നെ ഏബിളിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാ? അൺഏബിൾ ആണ്. എനേബിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഇലീഗൽ അല്ലെ? ലീഗലിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം? IL ചേർക്കണം. ഇലീഗൽ. ഓക്കെ, ഇനി ഫോർഗെറ്റിന്റെ മുമ്പിലും ശേഷവും നമ്മൾ ചേർക്കണം അല്ലെ? അപ്പൊ എന്താ വരുന്നത്? അൺഫോർഗെറ്റബിൾ. ഹോമോ ഇറ്റ് മീൻസ് സെയിം ആണ്. ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ആഡിങ് പ്രിഫിക്സ്. അൺടൈഡി അല്ലെ? ടൈഡിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അൺടൈഡി ആണ്. ഇനി അടുത്ത് നോക്കാം. ആഡ് എ സ്യൂട്ടബിൾ പ്രിഫിക്സ് ടു ഗെറ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് മാനേജ്ഡ്. മാനേജറിന്റെ ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രിഫിക്സ് വേണം ആഡ് ചെയ്യാനായിട്ട്? പറയാവോ? മാനേജറിന്റെ ആന്റണിം കിട്ടാനായിട്ട് കേട്ടോ. ഏതായിരിക്കും വരിക ഓപ്പോസിറ്റ് കിട്ടാനായിട്ട്? യെസ്, ആൻസർ മിസ്മാനേജ്ഡ്. ഓക്കെ, മിസ്മാനേജ്ഡ് ആണ്. ഓക്കെ, എന്താണ്? മിസ്മാനേജ്ഡ് ആണ് മാനേജറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദി വേർഡ് ഏബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? ഏബിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ ചേർക്കുക അതിനകത്ത്? ആൻസർ ഇറ്റ് ഇസ് അൺഏബിൾ അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അൺഏബിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഡസ് നോട്ട് ഹാവ് ഫുൾ ആസ് എ സഫിക്സ്? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഫുള്ള് സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാത്ത വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വേർഡിന് ശേഷം എന്ത് ചേർക്കുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയാ അല്ലെ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ പ്രീ എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ അതിന് മുമ്പിൽ. അപ്പൊ ഇവിടുത്തെ എന്താണ് ആൻസർ ആയിട്ട് വരിക? വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഡസ് നോട്ട് ഹാവ് ഫുൾ എന്നുള്ള സഫിക്സ് ചേർക്കാൻ പറ്റാത്ത വേർഡ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഹാംഫുൾ നമ്മൾ പറയും അല്ലെ? അത് ശരിയാണ്. ഹെയ്റ്റ്ഫുൾ എന്ന് പറയും. ഹെയ്റ്റ്ഫുൾ. ഹാൻഡ്ഫുൾ എന്ന് പറയും. കൈ നിറച്ച് അല്ലെ? ഹാൻഡ്ഫുൾ. ഹൈഫുൾ എന്ന് പറയോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? ഹൈ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിഫിക്സ് ആണോ സഫിക്സ് ആണോ എന്നൊക്കെ നോക്കുക. അതേപോലെ തന്നെ ആന്റണിം ആണോ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല എന്നൊക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അടുത്തിലേക്ക് കയറാം. ഗിവ് ദി സ്യൂട്ടബിൾ പ്രിഫിക്സ് ഫോർ ദി ഗിവൺ വേർഡ്. മെഷറബിൾ. മെഷറബിളിന്റെ മുമ്പിൽ നമ്മൾ ഏതാണ് ചേർക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. മെഷറബിൾ. യെസ്, ആൻസർ IM ആണ്. ഇമ്മെഷറബിൾ. ഓക്കെ, ഇമ്മെഷറബിൾ. ഇമ്മെഷറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് മെഷേർഡ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും അല്ലെ? മെഷറബിൾ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇമ്മെഷറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും, ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് മെഷേർഡ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയാ? ഇമ്മെഷറബിൾ. അപ്പൊ മെഷറബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ മുമ്പിൽ IM ചേർത്ത് കഴിഞ്ഞപ്പോ അതിന്റെ മീനിങ് തന്നെ മാറിപ്പോയി അല്ലെ? കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ അടുത്തേക്ക് കയറാം. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ദ സഫിക്സ് യൂസ്ഡ് ഇസ് നോട്ട് കറക്റ്റ്? ഇവിടെ നമുക്ക് 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സഫിക്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ? എല്ലായിടത്തും ഇവിടെ IST ഒക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഏത് വാക്കാണ് തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ ഏത് വാക്കിന്റെ ഒപ്പം സഫിക്സ് ചേർത്തപ്പോഴാണ് തെറ്റ് വന്നിട്ടില്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലപോലെ നോക്കിയിട്ട് ആൻസർ ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. യെസ്, ഇതൊക്കെ നമ്മുടെ SSC ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അനാർക്കിസ്റ്റ് പറയാറുണ്ട്, ഷവനിസ്റ്റ് പറയാറുണ്ട് അല്ലെ? സൈക്കോളജിസ്റ്റ് പറയാറുണ്ട്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഇസ്റ്റ് ചേർക്കാത്ത ഏതാ? സ്ലേവിസ്റ്റ് ആണ് അല്ലെ? ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ സഫിക്സ് ചേർത്തിട്ട് റോങ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത് നോക്കാം. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ്സ്
the prefix used is not correct. പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടുള്ളത് ശരിയല്ലാത്ത വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് നോക്കിയിട്ട് പറയും. ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല, വെറുതെ മൈൻഡിലോട്ട് കേട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം, നിങ്ങൾക്ക് വേഗം കിട്ടിയിട്ടുണ്ടാവും. ആൻസർ സൂപ്പർ ടെൽ ആണ് അല്ലെ, സൂപ്പർ ടെൽ ആണ്. ഇതാണ് നമ്മൾ പ്രിഫിക്സ് യൂസ് ചെയ്യാത്തത്. ടെല്ലിന്റെ മുമ്പിൽ നമ്മൾ സൂപ്പർ യൂസ് ചെയ്യാറില്ല അല്ലെ, അപ്പൊ തെറ്റാണ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറയാറുണ്ട്, സൂപ്പർ സോണിക് പറയാറുണ്ട് അല്ലെ, സൂപ്പർമാൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സൂപ്പർ ടെൽ ദാറ്റ് ഇസ് റോങ്. ഓക്കെ, അടുത്തേക്ക് കയറാം. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വിച്ച് what suffix can you not add to the end of the word harm to make a new word? ഹാമിന്റെ കൂടെ സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഹാംഫുൾ എന്ന് പറയാറുണ്ട് അല്ലെ, ഹാമിങ് എന്ന് പറയാറുണ്ട്, ഹാംഡ്, ഹാമിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാംഡ്, അതും പറയാറുണ്ട്. ഹാമസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഏതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക? EST ചേർക്കുന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇട്ടസ് ഏതാണ്? EST ചേർക്കുന്നതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് അല്ലെ. ഓക്കെ, അപ്പൊ മിസ്റ്റേക്ക് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ചൂസ് ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ the word formed by the prefix im. Okay, choose from the option given below the word formed by the prefix im. im ചേർത്തിട്ട് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്ക് ഇതിനകത്ത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഒരു വേർഡിന്റെ മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രിഫിക്സ് ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ മീനിങ് തന്നെ മാറുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വേർഡ് ഇവിടെ ഏതാണ്? വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ ആൻസർ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഇംപേഷ്യന്റ് ആണ് അല്ലെ, ഇംപേഷ്യന്റ് ആണ്. ഈ പേഷ്യന്റിന്റെ മുമ്പിൽ ഒരു IM ചേർത്തപ്പോ എന്ത് പറ്റി? അതിന്റെ മീനിങ് തന്നെ മാറി അല്ലെ, ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് വന്നു. ഇംപേഷ്യന്റ് ആവുക, പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, അടക്കത്തോടും ഇങ്ങനെ വളരെ പേഷ്യന്റ് ആയിട്ടൊക്കെ ഇരിക്കുക നമ്മൾ പറയും അല്ലെ. അതിന്റെ ഒരു ഓപ്പോസിറ്റ് മീനിങ് ആണ് IM ചേർത്ത് കഴിഞ്ഞപ്പോ വന്നിട്ടുള്ളത് അല്ലെ. ഇംപേഷ്യന്റ് ആവുക, പെട്ടെന്ന് ഇറിറ്റേറ്റബിൾ ആവുക, ഇംപേഷ്യന്റ് ആവുക. ഓക്കെ, സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഇത് നമ്മുടെ SSC ലെവലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് നോക്കാം. പീറ്റർ let his soda sit so long that the fizz went out and it was dash carbonated. ഡാഷ് കാർബണേറ്റഡ്, ഇതിന് മുമ്പിൽ നമ്മൾ ഏതാ ചേർക്കുക? നോക്കിയിട്ട് പറഞ്ഞോളൂ, ഏത് പ്രിഫിക്സ് ആയിരിക്കും നമ്മൾ ചേർക്കുക? ഡീകാർബണേറ്റഡ്. ഏതാ യൂസ് ചെയ്യുക? ഡി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോ ഡീകാർബണേറ്റഡ് ഒന്ന് പറഞ്ഞു പഠിച്ചേ. ഡീകാർബണേറ്റഡ്. ഓക്കെ, ഡീകാർബണേറ്റഡ്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാം. പ്രിഫിക്സ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് ഇസ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ദേ ക്യാൻ മേക്ക് എ വേർഡ് നെഗറ്റീവ്, ഷോ റിപ്പിറ്റേഷൻ ഓൾസോ. കേട്ടോ, ഒരു വേർഡിനെ അത് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ആക്കാൻ പറ്റും. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞില്ലേ, ഇംപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ആക്കി. അല്ലെങ്കിൽ എന്താ, അതിനെ റിപ്പിറ്റേഷൻ കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിഫിക്സ് എന്ന് പറയാ അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഡി മീൻസ്, ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി മീൻസ് ഓഫ് ഓർ ഫ്രം. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡീകമ്പോസ് ചെയ്യുക അല്ലെ. ഡി മീൻസ് വാട്ട്? ഓഫ് ഓർ ഫ്രം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ താജ്മഹൽ ഇസ് എ സിംബൽ ഓഫ് ദി മോർട്ടൽ ലവ് ഓഫ് ടു പീപ്പിൾ. ഈ മോർട്ടലിന്റെ മുമ്പിൽ നമ്മൾ ചേർക്കുന്ന ഒരു പ്രിഫിക്സ് ഇതിനകത്ത് ഏതാണ്? പോരട്ടെ, മോർട്ടലിന്റെ മുമ്പിൽ നമ്മൾ ചേർക്കുന്ന പ്രിഫിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ആൻസർ IM ആണ് അല്ലെ. IM ആണ്. ഇമ്മോർട്ടൽ ആണ് അല്ലെ. ഇമ്മോർട്ടൽ. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാല് അനശ്വരമായിട്ടുള്ള അല്ലെ, ഒരിക്കലും നശിക്കാത്ത. അപ്പൊ ഇമ്മോർട്ടൽ ലവ് ഓഫ് ദ ടു പീപ്പിൾ. ഓക്കെ, കണ്ടോ? ഇമ്മോർട്ടൽ മീനിങ് ലിവിങ് ഓർ ലാസ്റ്റിംഗ് ഫോർ എവർ. ഓക്കെ, എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന, ഒരിക്കലും നശിക്കാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ. അതേപോലെ നോക്കിയേ, ബാലൻസ്. ബാലൻസിന്റെ മുമ്പിൽ നമ്മൾ ചേർക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് IM. ഇംബാലൻസ് ആണ് കേട്ടോ, ഇംബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ബാലൻസിന് അൺബാലൻസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയില് അല്ലെ. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സയന്റിസ്റ്റിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ബാലൻസിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇംബാലൻസ് എന്നുള്ളതാണ്. IM ചേർത്തിട്ട് പറയണം കേട്ടോ. ഇനി ലൈക്കിന്റെ ആണെങ്കിൽ DIS ചേർക്കുക, ഡിസ്ലൈക്ക് ആണ്. നോൺ ആണെങ്കിൽ അൺനോൺ. എലക്ഷൻ ആണെങ്കിൽ റീ ഇലക്ഷൻ. അപ്പൊ വീണ്ടും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം പറഞ്ഞിട്ടുള്ള 3 എണ്ണം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ്. 4ാമത്തെ ഇലക്ഷന്റെ റീ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കണോ?
Which among the following suffixes is not suitable for the word prevent? പ്രിവെന്റിന്റെ ശേഷം യൂസ് ചെയ്യാത്ത കുഞ്ഞു വാക്ക്, അതിനാണല്ലോ നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിവെന്റബിൾ, പ്രിവെന്റിങ്, പ്രിവെന്റീവ് ഒക്കെ പറയാറുണ്ട് അല്ലെ. ഈ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, പ്രിവെന്റിയസ് പറയാറില്ല. സോ ദാറ്റ് ഈസ് ദി ആൻസർ കേട്ടോ. പ്രിവെന്റിയസ് ആണ് ഇവിടുത്തെ, അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളത്. ഓക്കെ. ചൂസ് എ കറക്റ്റ് പ്രിഫിക്സ് ടു അഡ്വെഞ്ചർ. അഡ്വെഞ്ചറിന്റെ മുമ്പിൽ, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ അല്ലെ, ചേർക്കുന്ന പ്രിഫിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? അഡ്വെഞ്ചറിന്റെ മുമ്പിൽ നമ്മൾ എന്താ ചേർക്കുക? അത് മിസ് അഡ്വെഞ്ചർ കേട്ടോ. മിസ് അഡ്വെഞ്ചർ, മിസ് അഡ്വെഞ്ചർ ഒന്ന് പഠിച്ചേക്കണേ. മിസ് അഡ്വെഞ്ചർ. ഓക്കെ. ഇനി മിസ് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ആക്സിഡന്റ് ഓർ ബാഡ് ലക്ക്. ഓക്കെ. മിസ് ചേർത്തിട്ടൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പൊ എന്താ ഒരു ബാഡ് ലക്ക് എന്നുള്ള രീതിയിലാണ് പറയാ കേട്ടോ. ഓക്കെ. മിസ് അപ്രോപ്രിയേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ. മിസ് അഡ്വെഞ്ചർ ഇറ്റ് മീൻസ് ആൻ ആക്സിഡന്റ് ഓർ ബാഡ് ലക്ക് ആണ്. ഇനി ഡിസ് ചേർത്ത് പറയുമ്പോ നോട്ട് എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് ഡിസ് ചേർത്തിട്ട് പറയാ. ഡിസപ്രൂവ് അല്ലെ, ഡിസപ്രൂവ് ചെയ്യുക. അപ്പൊ ഒരു നോട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി മിസ് ചേർത്തിട്ട് വരുമ്പോ എന്താ? ബാഡ്ലി അല്ലെങ്കിൽ റോങ്ലി, ഞാൻ പറഞ്ഞില്ലേ മിസ് അപ്രോപ്രിയേറ്റ്, അതേപോലെയൊക്കെ. UN ചേർത്തിട്ട് വരുമ്പോഴോ നോട്ട്, നമ്മുടെ അൺഹാപ്പി ഓർത്താൽ മതി അല്ലെ. അൺഹാപ്പി അല്ലെങ്കിൽ ഹാപ്പി ഇല്ലാത്ത, അപ്പൊ ഒരു നോട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ. റീ ചേർത്തിട്ട് വരുമ്പോ നമുക്കറിയാം എന്താ? എഗെയിൻ, വീണ്ടും അല്ലെ. റീയൂണിയൻ, എഗെയിൻ. ഇൻ ഓർ IR വരുമ്പോ നോട്ട് ഓർ നോ എന്നുള്ള മീനിങ് ആണ് അല്ലെ. ഇൻകേപ്പബിൾ, കേപ്പബിൾ അല്ലാത്ത, നോട്ട് അല്ലെങ്കിൽ ഇറഗുലർ. ഓക്കെ. റെഗുലർ അല്ലാത്ത, അപ്പൊ ഒരു നോട്ട് അല്ലെങ്കിൽ നോ എന്നുള്ള മീനിങ് ആണ് അവിടെ കയറി വരുന്നത്. കിട്ടുന്നുണ്ടോ? ഓക്കെ. ഇന്റർ എന്ന് പറയുമ്പോഴോ ഇന്റർ, ബിറ്റ്വീൻ അല്ലെ. ഇന്റർ സ്റ്റേറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ ബിറ്റ്വീൻ ആണ്. പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ് അല്ലെ, നമ്മുടെ പ്രിഫിക്സ് തന്നെ. പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ ആണ്. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മുകളിൽ അല്ലെ, എബവ് ആണ്. സബ് എന്ന് പറഞ്ഞാലോ, സബ് എന്ന് പറഞ്ഞാൽ അണ്ടർ ആണ് കേട്ടോ. അണ്ടർ ആണ്, അണ്ടർ. ആന്റി, ആന്റി എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആണ് അല്ലെ. ആന്റി വൈറസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത വേർഡ് നോക്കാം. വാട്ട് വിൽ ബി ദ സ്യൂട്ടബിൾ പ്രിഫിക്സ് ഫോർ ദ വേർഡ് ഡീസെന്റ്? ഡീസന്റിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിഫിക്സ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? ഡീസന്റിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിഫിക്സ് ഇൻഡീസെന്റ് ആണ് അല്ലെ. ഇൻഡീസെന്റ് ആണ് കേട്ടോ. ഡീസന്റിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? IN ആണ്, ഇൻഡീസെന്റ്. ഓക്കെ. മൈ ബോസ് ഇസ് ഓഫൻ ഡാഷ് കോർട്ടിയസ് ആൻഡ് സ്പീക്സ് ടു മീ ഇൻ എ റൂഡ് ടോൺ. മൈ ബോസ് ഇസ് ഓഫൻ ഡാഷ് കോർട്ടിയസ്, ഓക്കെ, ആൻഡ് സ്പീക്സ് ടു മീ ഇൻ എ റൂഡ് ടോൺ. വളരെ റൂഡായിട്ട് സംസാരിക്കുക. അപ്പൊ ആ ഒരു മീനിങ് വരുന്ന കോർട്ടിയസിന്റെ കൂടെ നമ്മൾ ഏതോ ഒരു കുഞ്ഞ് വാക്ക് ചേർക്കുമ്പോഴായിരിക്കും ഒരു റൂഡ് എന്നുള്ളൊരു മീനിങ്ങിലേക്ക് വരിക. അപ്പൊ നമ്മൾ ഏത് പ്രിഫിക്സ് അവിടെ യൂസ് ചെയ്യണ്ടേ? ഏതാണ്? പറയാവോ? ആൻസർ ഇറ്റ് ഇസ് ഡിസ്കോർട്ടിയസ്. ഡിസ്കോർട്ടിയസ് എന്ന് പറഞ്ഞാൽ വളരെ റൂഡായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഡിസ്കോർട്ടിയസ്. അതിന്റെ മീനിങ് തന്നെ മാറിയല്ലേ നമ്മൾ ഡിസ് ചേർത്ത് കഴിഞ്ഞപ്പോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ PSCയിൽ ചോദിച്ചിട്ടുള്ള പല പ്രിഫിക്സിന്റെയും സഫിക്സിന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്ലസ് SSC ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടി, എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ ആഡ് ചെയ്യുന്ന കുഞ്ഞു വാക്ക്, സഫിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒരു വേർഡിന് ശേഷം ആഡ് ചെയ്യുന്ന ലാസ്റ്റ് ചേർക്കുന്ന വാക്കിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുക. ഓക്കെ. അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഒരു ടോപ്പിക്കും കൂടിയാണ് നമ്മുടെ വൊക്കാബുലറിയിൽ എടുക്കാനുള്ളത്. അത് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. നമുക്ക് അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.